ഹായ് ഫ്രണ്ട്സ്, ഒരു കല്ലുമ്മക്കായ റെസിപ്പി ഉണ്ടാക്കിയാലോ? കല്ലുമ്മക്കായ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. കല്ലുമ്മക്കായനെ കുറിച്ച് ഞാനൊന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഒരു ഫാക്റ്റ്, കല്ലുമ്മക്കായ്ക്ക് ഒരു കാലേ ഉള്ളൂ. പാവം, ലൈഫ് ലോങ് അത് ഒരേ പ്ലേസിൽ തന്നെയാണ് അത് ജീവിക്കുന്നത്. ബിക്കോസ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ഹൗ സാഡ്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഒരു പ്ലേസിൽ തന്നെ എങ്ങോട്ടും പോകാൻ പറ്റാതെ ഭയങ്കര ഡിഫിക്കൽട്ടാണല്ലേ. കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായ ഉണ്ട് ഗൈസ്. നമ്മൾ മോർസണിൽ നിന്ന് മേടിച്ചാണ്. പാക്ഡ് ആയിരുന്നു, ക്ലീൻഡ് ആണ്. ബട്ട് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പോകാം വീഡിയോയിലേക്ക്. നന്നായി കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായാണ് കേട്ടോ. നമ്മളതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായി തിരുമ്മി പിടിപ്പിക്കുകയാണ്. കല്ലുമ്മക്കായ ഒരു സ്പെഷ്യൽ ഫുഡാണ്. പക്ഷെ എല്ലാവർക്കും പറ്റില്ല. എന്നെ പോലെ കുറച്ച് അലർജിക്കുമാണ്. എങ്കിലും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനും ഒരു ഭംഗിയുണ്ടല്ലോ. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് റിച്ച് ആണ് നമ്മുടെ ഈ കല്ലുമ്മക്കായയിൽ. കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്താലോ? കുറച്ച് കൊച്ചുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും വളരെ ചെറുതായി ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്യണം. സോ ഒരു പാൻ അടുപ്പിൽ വെച്ച് പെരുംജീരകം ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും നന്നായിട്ട് സോട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. വേറൊരു പാനിലേക്ക് കല്ലുമ്മക്കായ ഡീപ് ഫ്രൈ ചെയ്യാൻ പോവാം. കല്ലുമ്മക്കായ ഒരു 70% വേവായി നമ്മുടെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ സോട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ഒരൽപ്പം കുരുമുളക് പൊടിയും കുറച്ച് ക്യാപ്സിക്കവും കൂടി ചേർത്ത് നന്നായി സോട്ട് ചെയ്ത് അത് നല്ല വേവ് ആവുന്നവരെ ഉപ്പൊക്കെ നോക്കി സെറ്റാക്കാം. ഇറ്റ്സ് റെഡി ടു സെർവ്. നമുക്കൊരു പ്ലേറ്റിലേക്ക് കല്ലുമ്മക്കായ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരൽപ്പം ക്യാപ്സിക്കം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 2 പീസ് ഓഫ് ബ്രെഡാണ്. അതൊന്ന് സ്റ്റൈൽ ചെയ്ത് ചുമ്മാ വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം, ചപ്പാത്തിയോ എന്തിനു വേണേൽ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റിയാണ്. ഒരൽപ്പം ലെറ്റ്യൂസും ഒരൽപ്പം ഗാർലിക് സോസും കൂടി ചേർത്ത് ഡെക്കറേഷൻ ഫിനിഷ് ചെയ്തു. വാവ്, ഇറ്റ്സ് ലുക്സ് യമ്മി.